ദക്ഷിണ സുഡാനിലെ യൂണിറ്റി സ്റ്റേറ്റിൽ 21 പേർ സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണ് 20 പേർ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ടെന്നാണ് വിവരം. യാത്രക്കാരിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സുഡാന്റെ തലസ്ഥാനമായ ജുബയിലെ ഒരെണ്ണപ്പാടത്തു നിന്ന് പറന്നുയർന്നയുടൻ തകർന്നു വീഴുകയായിരുന്നുവെന്ന് UN റേഡിയോ മിറായ റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് എണ്ണ കമ്പനിയുടെ ചാർട്ടേഡ് വിമാനമാണ് തകർന്നു വീണത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. പ്രാദേശിക സമയം രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. 16 സുഡാൻ സ്വദേശികൾ, 2 ചൈനക്കാർ, ഒരു ഇന്ത്യക്കാരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എൻജിൻ തകരാറാണ് അപകടത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജോലിസ്ഥലത്ത് 28 ദിവസത്തെ തുടർച്ചയായ ഷിഫ്റ്റ് അവസാനിച്ച ശേഷം ലീവിൽ പോവുകയായിരുന്ന ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. GPOC ചാർട്ടർ ചെയ്ത 5X RHB വിമാനമാണ് തകർന്നത്. 2 പൈലറ്റുമാരടക്കം 21 പേരാണ് ആകെ വിമാനത്തിലുണ്ടായിരുന്നത്. ഏതാനും വർഷങ്ങളായി തെക്കൻ സുഡാനിൽ നിരവധി വിമാന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.